Dear children, today we are going to study about the role of education and literature influenced the emergence of Indian nationalism. Read the quotes of social reformers. How did our leaders use education as a means to bring about cohesion among the Indian people against British? To bring about changes in the society, സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക. To maintain unity, ഐക്യം നിലനിർത്തുക. To maintain equality, സമത്വം നിലനിർത്തുക. Many national educational institutions were established for inculcating nationalism. ജനങ്ങൾ ദേശീയബോധം വളർത്തുന്നതിനു വേണ്ടി നിരവധി ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. Let us study important national educational institutions, founders and objectives. The Deccan Educational Society, founded in 1884 in Pune by G.G. Agarkar, Balagangadhar Tilak and Mahadev Govinda Ranade. 1884 ജി അഗർക്കർ, ബാലഗംഗാധർ തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ എന്നിവർ ചേർന്ന് പൂനെയിൽ ഡെക്കാൻ എഡ്യൂക്കേഷണൽ സൊസൈറ്റി സ്ഥാപിച്ചു. ഇറ്റ്സ് എയിം വാസ് ദ സോഷ്യോ എക്കണോമിക് ആൻഡ് കൾച്ചറൽ പ്രോഗ്രസ് ഓഫ് ദ കൺട്രി. രാജ്യത്തിൻ്റെ സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ പുരോഗതിയായിരുന്നു ലക്ഷ്യം. D.K. Karve started the first Indian Women University in Maharashtra in 1916. 1916 ഡി കെ കാർവെ മഹാരാഷ്ട്രയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചു. ദ മെയിൻ ഒബ്ജക്റ്റ് വാസ് വുമൻ എംപവർമെന്റ്. സ്ത്രീകളുടെ ഉന്നമനമായിരുന്നു പ്രധാന ലക്ഷ്യം. വിശ്വഭാരതി യൂണിവേഴ്സിറ്റി, ഫൗണ്ടഡ് ബൈ രവീന്ദ്രനാഥ് ടാഗോർ in Bengal, focused on universal brotherhood. With this university, Tagore aimed at a system of education that would bridge Western and Eastern cultures. പാശ്ചാത്യ പൗരസ്ത്യ സംസ്കാരങ്ങൾ യോജിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ രീതിയായിരുന്നു ടാഗോർ ലക്ഷ്യമിട്ടത്. മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ and M.A. Ansari founded the Jamia Millia Islamia in Aligarh. Its objective was to strengthen national movement through secular education. മതേതര വിദ്യാഭ്യാസത്തിലൂടെ ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. കേരള കലാമണ്ഡലം, ഫൗണ്ടഡ് ബൈ മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ. The main objective was to defend the Western cultural and educational invasion and promote traditional art. പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും കടന്നുകയറ്റത്തെ ചെറുക്കുകയും പാരമ്പര്യ കലാരൂപങ്ങളെ ഉദ്ധരിക്കുകയായിരുന്നു ലക്ഷ്യം. In 1937, Mahatma Gandhi proposed a special education plan called വാർധ എഡ്യൂക്കേഷൻ പ്ലാൻ. 1937 ഗാന്ധിജി സവിശേഷമായ വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വെച്ചു. ഇതാണ് വാർധ വിദ്യാഭ്യാസ പദ്ധതി. ഇറ്റ്സ് മേജർ ഒബ്ജക്റ്റീവ് വാസ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. വാട്ട് വർ ദ ഫാക്ടേഴ്സ് ദാറ്റ് urged ഗാന്ധിജി ടു ഫോം എ പ്ലാൻ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ? Vocational training during education would help build up a good future. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നേടിയാൽ അത് ഭാവി ജീവിതത്തിന് ഗുണകരമായിരിക്കും. Such a generation could resist British. അങ്ങനെ വളർന്നു വരുന്ന തലമുറയിലൂടെ ബ്രിട്ടീഷുകാരെ പ്രതിരോധിക്കാം. What were the major objectives of educational institutions founded in various parts of India during national movement? Promotion of nationalism, ദേശീയതയെ വളർത്തുക. ഒപ്പോസിഷൻ ഓഫ് സോഷ്യൽ ഇവിൾസ്, അനാചാരങ്ങളോടുള്ള എതിർപ്പ്.
റിജക്ഷൻ ഓഫ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, പാശ്ചാത്യ വിദ്യാഭ്യാസത്തോടുള്ള എതിർപ്പ് എന്നിവയായിരുന്നു. Let us study literature and nationalism. How did literature help to develop a sense of nationalism in India? Writers in various parts of India illustrated the agonies and atrocities faced by the people. ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങളും പ്രതിസന്ധികളും സാഹിത്യകാരന്മാർ കൃതികളിൽ ചിത്രീകരിച്ചു. The readers in other parts of India experienced these sorrows as theirs and ventured to fight them collectively. ഇത് വായിക്കാനിടയായ മറ്റു പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഈ ദുരിതങ്ങൾ തങ്ങളുടേതു കൂടിയാണെന്ന് അനുഭവപ്പെടുകയും ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കാൻ മുന്നോട്ട് വന്നു. Writers shared their resentment with the people through poetry, novel, drama, etc. കവിത, നോവൽ, നാടകം എന്നിവയിലൂടെ എഴുത്തുകാർ തങ്ങളുടെ പ്രതിഷേധം ജനങ്ങളുമായി പങ്കുവച്ചു. This developed among the people a sense of patriotism and dissent towards the foreign dominance. ഇത് ജനങ്ങളിൽ ചൂഷണവിരുദ്ധ മനോഭാവവും ദേശസ്നേഹവും വളരുന്നതിനിടയായി. Patriotic songs in regional languages bridge the gap between upper class literates and illiterate mass. പ്രാദേശിക ഭാഷകളിൽ രചിക്കപ്പെട്ട കൃതികൾ നിരക്ഷരരായ ജനങ്ങളും സാക്ഷരത നേടിയവരും തമ്മിലുള്ള അന്തരം കുറച്ചു.